എല്ലാവർക്കും നമസ്കാരം. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അറിയിപ്പ്, ഒരു ന്യൂസ് എന്ന് പറയുന്നത് രമേശ് പിഷാരടി 3-ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. പോയിരിക്കുന്നു എന്നുള്ളപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും, എങ്ങനെ പോയി, എവിടെ പോയി, ആര് 3-ാം സ്ഥാനത്തേക്ക് ആക്കി എന്നുള്ളത്. നമ്മുടെ പുതിയ കണക്കുകൾ അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ LDFും അതോടൊപ്പം തന്നെ NDAയും തമ്മിലാണ് കൂടുതലായിട്ട് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടെന്നാൽ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് NDAയിലെ ശക്തമായ പ്രചാരണം, ശക്തമായിട്ട് പ്രകടനവും കാഴ്ചവെക്കുന്ന ഒരു നേതാവാണ്. അതോടൊപ്പം തന്നെ LDFിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന NMR റസാഖ്. NMR ബിരിയാണിക്കട അറിയാത്തവരും NMR ബിരിയാണി കഴിക്കാത്തവരും ബിരിയാണി പ്രിയരായ ആളുകൾക്ക് എല്ലാവർക്കും NMR റസാഖിനെ അറിയാം, NMR ബിരിയാണി അറിയാം. അതോടൊപ്പം തന്നെ NMR റസാഖ് ഒരു മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടൊരു ആളും കൂടെയാണ്. കോൺഗ്രസിന് കാലാകാലങ്ങളായിട്ട് കഴിഞ്ഞ ഇലക്ഷനുകളിലെല്ലാം കോൺഗ്രസിന് വോട്ട് വർധനവുണ്ടായതും കോൺഗ്രസിനെ ജയിപ്പിച്ചതും രക്ഷപ്പെടുത്തിയതും ഈ ന്യൂനപക്ഷ വോട്ടുകളായിട്ടുള്ള മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവരാണ്. ഇത്തവണ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നത് രമേശ് പിഷാരടിയാണ്. രമേശ് പിഷാരടി എന്ന് പറഞ്ഞാൽ നല്ലൊരു നടനാണ്, ഒരു സംവിധായകനാണ്. പഞ്ചവർണ്ണ തത്ത എന്ന സിനിമയെല്ലാം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചു കാലങ്ങളായിട്ട് നമ്മൾ മമ്മൂക്കയുടെ കൂടെയാണ് പുള്ളിയെ കാണുന്നത്. ആൻഡോ ജോസഫിനെയും കാണാറുണ്ട്, രമേശ് പിഷാരടിയെയും കാണാറുണ്ട്. അതവരുടെ സിനിമ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ. പക്ഷെ അതൊന്നും അല്ല ഇപ്പോൾ പറയുന്നത്, നമ്മൾ രാഷ്ട്രീയം തന്നെയാണ് പറയുന്നത്. രമേശ് പിഷാരടി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് പാലക്കാട് മണ്ഡലത്തിൽ നിലനിൽക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് വളരെ പ്രചാരണം നന്നായിട്ട് പോകുന്നുണ്ടെങ്കിലും പക്ഷെ കോൺഗ്രസിന് വോട്ട് ശതമാനം വളരെ കുറയുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. അത് എന്തുകൊണ്ടെന്നാൽ ന്യൂനപക്ഷ വോട്ടുകൾ മാക്സിമം ഒരു പകുതിയിലേറെ വോട്ട് NMR റസാഖിന് പോകും. അതോടൊപ്പം തന്നെ കുറേ വോട്ടുകൾ കിട്ടും കേട്ടോ. മറ്റേ ന്യൂനപക്ഷ മുസ്ലിം വിഭാഗത്തിലുള്ള വോട്ട് പകുതിയിലേറെ പോവുമെങ്കിലും കുറേ അധികം വോട്ടുകൾ കോൺഗ്രസിന് അനുകൂലമായിട്ട് കിട്ടുമെങ്കിലും ജയിക്കാനുള്ള വോട്ട് കിട്ടില്ല എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ LDFും NDA അതായത് BJPയും തമ്മിലാണ് പാലക്കാട് മണ്ഡലത്തിൽ ശക്തമായ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. 1-ാം സ്ഥാനത്തിനും 2-ാം സ്ഥാനത്തിനും വേണ്ടി BJPയും LDFിലെ NMR റസാഖും ആണ് മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. 3-ാം സ്ഥാനത്താണ് കോൺഗ്രസിന്റെ സ്ഥാനം ഇപ്പോൾ നിൽക്കുന്നത്. കണക്കുകൾ അങ്ങനെയാണ് കേട്ടോ. പാലക്കാട് മണ്ഡലത്തിലെ കണക്കുകളും അങ്ങനെയാണ് പറയുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡും അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ രമേശ് പിഷാരടി 3-ാം സ്ഥാനത്തേക്ക് തന്നെ എത്തും എന്നാണ് പുതിയ കണക്കുകൾ പറയുന്നത്. അങ്ങനെ തന്നെ ആവുമെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. നിങ്ങളുടെ കമൻറ്റ് താഴെ രേഖപ്പെടുത്തുക.